ഹലോ എവരിവൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 3 ഹിന്ദിയിലെ സീക്കോ എന്ന കവിതയാണ്. ഇക്കായി ഏക് യൂണിറ്റ് 1 ഹമാര പര്യാവരൺ, നമ്മുടെ പരിസ്ഥിതി, നമ്മുടെ എൻവയൺമെൻറ്റ്. സീക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കൂ. പ്രകൃതിയിലെ ഓരോരോ വസ്തുക്കളിൽ നിന്നും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്. മരങ്ങളിൽ നിന്നും, പൂക്കളിൽ നിന്നും, സൂര്യനിൽ നിന്നും, കാറ്റിൽ നിന്നുമൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ കവിതയിലൂടെ മനസ്സിലാക്കാം. ഫൂലോ സെ നിത് ഹസ്ന സീക്കോ, ഭൗരോ സെ നിത് ഗാന, തരു കി ജുക്കി ഡാലിയോ സെ നിത് സീക്കോ ശീഷ ജുക്കാന. सीख हवा के झोंकों से लो कोमल भाव बहाना, दूध तथा पानी से सीखो मिलना और मिलाना. फूलों से नित हंसना सीखो, भौरों से नित गाना, तरु की झुकी डालियों से नित सीखो शीश झुकाന. ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്, നിത് ദിവസവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും, ഹസ്ന ചിരിക്കുക, സീക്ന പഠിക്കുക, ഭൗരോ എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ, ഗാന പാട്ട്, തരു ട്രീ വൃക്ഷം, ജുക്കി എന്ന് പറഞ്ഞാൽ വളഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ തല താഴ്ത്തി നിൽക്കുന്ന, ഡാലിയോ ബ്രാഞ്ചസ്, ശീഷ് എന്ന് പറഞ്ഞാൽ ഹെഡ് തല, ശീഷ് ജുക്കാന തല കുനിക്കുക. ഫൂലോസെ നിത് ഹസ്ന സീക്കോ, കവി എന്താണ് പറയുന്നത്? ഫൂലോസെ പൂക്കളിൽ നിന്ന് എപ്പോഴും നമ്മൾ ദിവസവും, നിത് എന്ന് പറഞ്ഞാൽ റോസ് അല്ലെങ്കിൽ സദാ, പൂക്കളിൽ നിന്ന് നമ്മൾ എപ്പോഴും എന്താണ് പഠിക്കേണ്ടത്? ഹസ്ന സീക്കോ ചിരിക്കാൻ പഠിക്കണം. പൂക്കൾ വിടർന്ന് നിൽക്കുമ്പോൾ പുഞ്ചിരിച്ച് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത് അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ, എല്ലാവർക്കും സുഗന്ധം നൽകുന്നു. പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് പോലെ നമ്മളും എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണം. ഭൗരോ സെ നിത് ഗാന, തേനീച്ചകളിൽ നിന്ന് എപ്പോഴും നമ്മൾ പാട്ട് പഠിക്കണം. തേനീച്ചകൾ പൂക്കൾക്ക് ചുറ്റിലും മൂളിപ്പാടിക്കൊണ്ട് ഇങ്ങനെ പറക്കുന്നു, പൂക്കൾക്ക് ചുറ്റിലും പറന്നുകൊണ്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതേപോലെ നമ്മളും പാട്ട് പഠിക്കണം, തേനീച്ചകളിൽ നിന്ന് പാട്ട് പഠിക്കണം. തരൂക്കി ജുക്കി ഡാലിയോസെ, തരൂക്കി വൃക്ഷത്തിൻ്റെ, തരു എന്ന് പറഞ്ഞാൽ പേട്, വൃക്ഷത്തിൻ്റെ വളഞ്ഞു നിൽക്കുന്ന ബ്രാഞ്ചസിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? നിത് എല്ലായ്പ്പോഴും, സീക്കോ ശീഷ ജുക്കാന നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? തല കുനിക്കാൻ പഠിക്കണം, അതായത് വിനയം പഠിക്കണം. മറ്റുള്ളവരോട് വിനയത്തോടു കൂടി പെരുമാറാൻ നമ്മൾ പഠിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം. സീഖ് ഹവാ കെ ജോക്കോ സേലോ കോമൽ ഭാവ് ബഹാന, दूध तथा पानी से सीखो मिलना और मिलाना. सीख हवा के झोंकों से, ഹവാ കെ ജോക്കോസെ വീശുന്ന ഇളം കാറ്റിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? കോമൽ ഭാവ് ബഹാന മൃദുലമായ പെരുമാറ്റം, മൃദുലമായ ഭാവ്, അതായത് ദയയുള്ള പെരുമാറ്റമായിരിക്കണം. നമ്മൾ സൗമ്യമായി പെരുമാറണം, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. ഇളം കാറ്റ് വീശുമ്പോൾ അത് നമുക്കൊക്കെ നല്ല സന്തോഷം തരുന്നു അല്ലേ? അതേപോലെ നമ്മളും എല്ലാവരോടും സൗമ്യമായിട്ട്, എല്ലാവരോടും നന്നായിട്ട് പെരുമാറണം. ഇളം കാറ്റ് നമുക്ക് കുളിർമയേകുന്നത് പോലെ നമ്മളും ആളുകളോട് ദയോടുകൂടി പെരുമാറണം. ദൂത് തഥാ പാനി സേ സീക്കോ മിൽന ഓർ മിലാന. ദൂത് എന്ന് പറഞ്ഞാൽ പാല്, പാനി വെള്ളം. അപ്പം പാലിൽ നിന്നും വെള്ളത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? പാലിൽ വെള്ളം ചേർത്താൽ അത് ഒരുമിച്ച് നിൽക്കും അല്ലേ? അത് വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മളും എല്ലാവരുമായി കൂട്ടുകൂടാനും ഒരുമിക്കാനും പഠിക്കണം. മിൽന ഓർ മിലാന, എല്ലാവരുമായിട്ട് ഒരുമിക്കാനും കൂട്ടുകൂടാനും, പിന്നെ എല്ലാവരെയും കണ്ടുമുട്ടാനും അവരുമായിട്ട് നന്നായിട്ട് പെരുമാറാനും എല്ലാം നമ്മൾ പഠിക്കണം. ഐക്യം പഠിക്കണം, ഏകതയോടുകൂടി നിൽക്കാൻ നമ്മൾ പഠിക്കണം എന്നാണ് കവി പറയുന്നത്. ഈ 4 വരികളുടെ ഭാവാർത്ഥം നോക്കാം. कवि कहते हैं कि जिस प्रकार फूल खिलकर अपनी सुगंध से सबके मन को प्रसन्नता से भर देते हैं. കവി പറയുന്നു, കവി कहते हैं कि കവി പറയുന്നു എന്തെന്നാൽ, ജിസ് പ്രകാർ ഏത് പ്രകാരമാണോ, ഫൂൽ ഖിൽക്കർ പൂക്കൾ വിരിഞ്ഞിട്ട്, അപ്നി സുഗന്ധ സെ തൻ്റെ സുഗന്ധം കൊണ്ട്,
സബ്കെ മൻ കോ പ്രസന്നത സെ ഭർ ദേത്തെ ഹെ, എല്ലാവരുടെയും മനസ്സിനെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നത്. ഉസി പ്രകാർ, അതേപോലെ ഹമേ ഫൂലോ സെ ഹസ്നെ മുസ്കുരാനെ കി സീഖ് ലേക്കർ, നമ്മൾ പൂക്കളിൽ നിന്നും ചിരിക്കാനും പുഞ്ചിരിക്കാനുമുള്ള ആ കഴിവ് നമ്മൾ പഠിക്കണം. ചാരോ ഓർ ഖുഷിയാ ബിഖേർനി ചായേ, നമ്മൾ അതേപോലെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് 4 ഭാഗത്ത് നമുക്ക് ചുറ്റുപാടിൽ നമ്മൾ സന്തോഷം പരത്തണം എന്നാണ് കവി പറയുന്നത്. ബൗരോ സെ അപ്നി ധുൻ മേ മഗ്ന രഹക്കർ ഗുൻഗുനാനെ കി സീഖ് ലേനി ചാഹിയെ, ബൗരോ സെ തേനീച്ചകളിൽ നിന്ന് അപ്നി ധുൻ മേ മഗ്ന രഹക്കർ തൻ്റെ താളത്തിൽ മഗ്ന രഹക്കർ മുഴുകിക്കൊണ്ട് ഗുൻഗുനാനേക്ക് സീഖ് ലേനി ചാഹിയെ, ഗുൻഗുനാനേക്ക് മൂളിപ്പാടാനുള്ള ആ പാഠം നമ്മൾ പഠിക്കണം. ജിസ് പ്രകാർ പേടോं की डालियाँ फल फूलों से लदकर झुक जाती है, ഏത് പ്രകാരമാണോ മരത്തിൻ്റെ ചില്ലകൾ പഴങ്ങളെ കൊണ്ടും പൂക്കളെ കൊണ്ടും നിറഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്, അത് വെയിറ്റ് കൊണ്ട് വളഞ്ഞു നിൽക്കുന്നു. ഉസി പ്രകാർ ഹമേ ബി, അതേപോലെ നമുക്കും അപ്നി ഗുണോക അഹങ്കാർ നഹി കർണ ചാഹിയെ, അതേപോലെ നമ്മളും നമ്മുടെ ഗുണങ്ങളെ നമ്മുടെ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാർ നഹി കർണ ചാഹിയെ ബൽക്കി സബ്സെ വിനമ്ര വ്യവഹാർ കർണ ചാഹിയെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരോടും വിനയത്തോടു കൂടി പെരുമാറണം, നല്ല പെരുമാറ്റമായിരിക്കണം നമ്മുടേത്. ജैसे मंद हवा के झोंके सबको भले लगते हैं, वैसे ही अपने मन में सबके प्रति कोमल भाव रखना हम हवा के झोंकों से सीखे. हवा के झोंकों से, ഇളം കാറ്റിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? മന്ത് ഹവാ കെ ജോക്കി സബ്കോ ഭലേ ലഗ്തേ ഹെ, എല്ലാവർക്കും അത് നല്ലതായി തോന്നുന്നു അല്ലേ? ഇളം കാറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും കുളിർമയേകുന്നു. വേസേഹി, അതേപോലെ തന്നെ അപ്നെ മൻമേ സബ്കെ പ്രതി കോമൾ ഭാവ് രഖ്ന ഹെ, നമ്മൾ എല്ലാവരോടും കോമൾ ഭാവ് മൃദുലമായി പെരുമാറണം, സൗമ്യമായിട്ട് പെരുമാറണം. दूध और पानी जिस प्रकार मिलकर एक रूप हो जाते हैं, പാലും വെള്ളവും ഒരുമിച്ച് ചേർന്നാൽ പിന്നെ നമുക്കത് വേർതിരിക്കാൻ കഴിയില്ല അല്ലേ? അതൊന്നായി മാറുന്നു. ഉസി തരേ ഹംബി ആപ്പസ്മേ മിൽജുൽക്കർ രഹനാജ സീക്കെ, അതേപോലെ നമ്മളും തമ്മിൽ ഒരുമിച്ച് നിൽക്കണം, ആളുകൾ ഐക്യത്തോടു കൂടി നിൽക്കണം. അടുത്ത വരികൾ നോക്കാം. സൂരജ് കി കിരണോ സെ സീക്കോ जगना और जगाना, लता और पेड़ों से सीखो सबको गले लगाना, दीपक से सीखो जितना हो सके अंधेरा हरना, पृथ्वी से सीखो प्राणी की सच्ची सेवा करना, जलधारा से सीखो आगे जीवन पथ में बढ़ना, और धुएं से सीखो हरदम ऊंचे ही पर चढ़ना. സൂരജ്, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, കിരൺ അതിൻ്റെ രശ്മികൾ, സൂര്യൻ്റെ രശ്മികൾ. സീഖ്ന പഠിക്കുക, ജഗ്ന ഉണരുക, ജഗാന ഉണർത്തുക. ലത എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടികൾ, ബേൽ പേട് വൃക്ഷം. ഗലേ ലഗാന ആലിംഗനം ചെയ്യുക. ദീപക് എന്ന് പറഞ്ഞാൽ ദിയ വിളക്ക്. അന്ധേര ഹർണ ഇരുട്ടിനെ ഇല്ലാതാക്കുക, അന്ധകാരത്തെ ഇല്ലാതാക്കുക. പൃഥ്വി ഭൂമി. സേവാകർണ സഹായിക്കുക. ജൽധാര എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന വെള്ളം. ആകെ ജീവൻ പദമേ പഠന, ജീവൻ പദം എന്ന് പറഞ്ഞാൽ ജീവിതപാത. ദുവ എന്ന് പറഞ്ഞാൽ പുക. ഹർദം ഓൾവേസ് എല്ലായ്പ്പോഴും. ഊഞ്ചേഹി പർ ചടന, ചടന എന്ന് പറഞ്ഞാൽ കയറുക. സൂരജ് കി കിരണോ സെ സീക്കോ ജഗ്ന ഓർ ജഗാന, സൂര്യകിരണങ്ങളിൽ നിന്ന്, സൂര്യൻ്റെ രശ്മികളിൽ നിന്ന് പഠിക്കൂ. ജഗ്ന ഉണരാനും, ജഗാന ഉണർത്താനും. സൂര്യൻ ആദ്യം ഉണരുന്നു, എന്നിട്ട് മറ്റുള്ളവരെയും ഉണർത്തുന്നു. അതേപോലെ അത് കണ്ടിട്ട് നമ്മൾ ഉണരാനും ഉണർത്താനും പഠിക്കണം. ലത ഓർ പേടോ സെ സീഖോ സബ്കോ ഗലേ ലഗാന, വള്ളിച്ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നും പഠിക്കൂ. സബ്കോ ഗലേ ലഗാന, എല്ലാവരെയും ചേർത്തു പിടിക്കാൻ. അതായത് വള്ളിച്ചെടികൾ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വളരുന്നു, മരത്തിൻ്റെ മുകളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ടാണ് വള്ളിച്ചെടികൾ മുകളിലേക്ക് വളരുന്നത്. അതേപോലെ നമ്മളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് വളരണം. സൂര്യകിരണങ്ങളെപ്പോലെ ആദ്യം നമ്മൾ അറിവുള്ളവരാവണം. അതായത് നമ്മൾ ഉണരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അറിവുള്ളവരാവണം, എന്നിട്ട് മറ്റുള്ളവർക്കും ആ അറിവ് നമ്മൾ പകർന്നു നൽകണം.
മരങ്ങളിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വള്ളിച്ചെടികൾ മുകളിലേക്ക് വളരുന്നു, ഉയരങ്ങളിലേക്ക് വളരുന്നു. അതേപോലെ നമ്മളും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് വളരണം. ദീപക് സെ സീക്കോ ജിത്നാ ഹോ സകെ അന്ധേരാ ഹർന. ദീപക് സെ സീക്കോ, ദിയകളിൽ നിന്ന് നമ്മൾ പഠിക്കണം, വിളക്കിൽ നിന്ന് നമ്മൾ പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? ജിത്നാ ഹോ സകെ, നമുക്ക് കഴിയുന്ന അത്രയും അന്ധേരാ ഹർന, അന്ധകാരത്തെ ഇല്ലാതാക്കാൻ. അന്ധകാരത്തെ ദീപം ഇല്ലാതാക്കുന്നു അല്ലേ, ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നു. അതേപോലെ നമ്മൾ അജ്ഞതയിൽ നിന്നും അറിവിലേക്ക് വളരണം, അന്ധകാരത്തെ ഇല്ലാതാക്കണം, വെളിച്ചം കൊണ്ടുവരണം. അതായത് നമ്മൾ അജ്ഞതയെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ അറിവിലേക്ക് വളരണം എന്നാണ് കവി പറയുന്നത്. പൃഥ്വി സെ സീക്കോ പ്രാണി കി സച്ചി സേവാ കർണ. ഭൂമിയെ കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? പ്രാണിക്ക്, ജീവജാലങ്ങളുടെ സച്ചി സേവാ കർണ, ജീവജാലങ്ങളെ ശരിയായ രീതിയിൽ സഹായിക്കുക. ഭൂമി ജീവജാലങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. നമുക്ക് വീടും ഭക്ഷണവും വെള്ളവും എല്ലാം ഭൂമി നൽകുന്നു. അതേപോലെ ചെടികൾക്കും മരങ്ങൾക്കും ആവശ്യമായ എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ആവശ്യമായ എല്ലാ ചുറ്റുപാടുകളും ഭൂമി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മളും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. ജലധാര സെ സീക്കോ ആകെ ജീവൻ പതുമേ ബഡ്ന. ജലധാര അതായത് ഒഴുകുന്ന വെള്ളം, ബഹത്താ പാനി. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഒഴുകുന്ന വെള്ളത്തെ കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ആകെ ജീവൻ പതുമേ ബഡ്ന. ജീവിതപാതയിൽ മുന്നോട്ട് നീങ്ങാൻ നമ്മൾ പഠിക്കണം. ജീവിതപാതയിൽ, അതായത് നദിയിലെ വെള്ളം മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ടും നദിയിലെ വെള്ളം മുന്നോട്ട് തന്നെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണം. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓർ ദുആ സെ സീക്കോ ഹർദം ഊഞ്ചേ ഹി പർ ചढ़ना. ഓർ ദുആ സെ സീക്കോ, പുകയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ദുആ എന്ന് പറഞ്ഞാൽ പുക. അതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഹർദം, എല്ലായ്പ്പോഴും. ഊഞ്ചേ, ഉയർന്ന. ഊഞ്ചേ ഹി പർ ചढ़ना, ഉയരത്തിലേക്ക് കയറാൻ നമ്മൾ പഠിക്കണം. പുക എപ്പോഴും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. അത് കണ്ടിട്ട് നമ്മൾ പഠിക്കണം. ജീവിതത്തിൽ മുന്നേറാൻ, ജീവിതത്തിൽ നമ്മൾ വിജയം കൈവരിക്കാൻ നമ്മൾ പഠിക്കണം. ഈ കവിത എഴുതിയതാരാണ്? ശ്രീനാഥ് സിംഗ്. ഈ വരികളുടെ ഭാവാർത്ഥം നോക്കാം. जिस प्रकार सूरज स्वयं पहले जगकर फिर अपनी किरणें फैलाकर दूसरों को जगाता है. ഏത് പ്രകാരമാണ് സൂര്യൻ സ്വയം ആദ്യം ഉണർന്നിട്ട് പിന്നീട് തൻ്റെ കിരണങ്ങൾ വിരിച്ചുകൊണ്ട് ദൂസരോങ്കോ മറ്റുള്ളവരെ ഉണർത്തുന്നു. ഉസീ തരഹ്, അതേപോലെ സൂരജ് കി കിരണോ സെ സീഖ് ലേക്കർ, സൂര്യകിരണങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? പെഹലെ ഹം സ്വയം സത്യക്കെ മാർഗ് പർ ചലന സീക്കെ. ആദ്യം നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് നീങ്ങണം. ഫിർ ദൂസരോं को भी चलने के लिए प्रेरित करें. പിന്നീട് നമ്മൾ മറ്റുള്ളവരെയും സത്യത്തിൻ്റെ പാതയിൽ മുന്നേറാനായിട്ട് പ്രേരിപ്പിക്കണം. മറ്റുള്ളവരെയും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പ്രേരിപ്പിക്കണം. लता और पेड़ जिस प्रकार आपस में एक दूसरे को प्रेम से गले लगाकर एक साथ आगे बढ़ते हैं. लता और पेड़, വള്ളിച്ചെടികളും മരങ്ങളും ഏത് പ്രകാരമാണോ തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഏക് ദൂസരേക്കോ പ്രേം സേ ഗലേ ലഗാകർ, സ്നേഹത്തോടു കൂടി ആലിംഗനം ചെയ്തുകൊണ്ട് ഏക് സാത്ത് ആകെ ബഡ്തേ ഹെ, ഒരുമിച്ച് ഉയരുന്നു അല്ലെ, ഒരുമിച്ച് മുകളിലേക്ക് വളരുന്നു. ഉൻസെ സീഖ് ലേക്കർ ഹം ഭി പരസ്പർ സഹयोग करते हुए आगे बढ़े. അവരിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? പരസ്പര സഹയോഗ കരത്തെ ഹുവേ, പരസ്പരം സഹായിച്ചുകൊണ്ട്, പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ മുന്നേറണം. കവി कहते हैं कि जिस प्रकार दीपक जलाने से अंधेरा मिट जाता है. കവി പറയുന്നു, ഏത് പ്രകാരമാണ് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോൾ അന്ധേര മിട്ട് ജാത്ത ഹെ, അന്ധകാരം ഇല്ലാതാകുന്നു. उससे सीख लेकर हम भी ज्ञान का प्रकाश फैलाकर अज्ञानता का अंधकार मिटा दे. उससे सीख लेकर, അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കണം. ജ്ഞാൻ കാ പ്രകാശ് ഫൈലാക്കർ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജ്ഞാനത്തിൻ്റെ പ്രകാശം
പരത്തണം. അജ്ഞാനത കാ അന്ധകാർ മിട്ടാതെ, എന്നിട്ട് അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കണം. पृथ्वी सर्दी गर्मी वर्षा सहकर भी अपनी फसलों फल फूलों अनाजों द्वारा മനുഷ്യോं का പോഷൺ करती है. ഭൂമി എന്താണ് ചെയ്യുന്നത്? സർദി, അതായത് വിൻ്റർ ആണെങ്കിലും തണുപ്പ് കാലമാണെങ്കിലും ഗർമി ചൂടുകാലമാണെങ്കിലും വർഷ മഴക്കാലമാണെങ്കിലും ഇതെല്ലാം സഹിച്ചിട്ട് അപ്പം ഈ ഫസലോ ഫൽ ഫൂലോ തൻ്റെ വിളകളെയും, ഫസൽ എന്ന് പറഞ്ഞാൽ വിള, തൻ്റെ വിളകളെയും പഴങ്ങളെയും പൂക്കളെയും ധാന്യങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്നു അല്ലേ. അത് അനാജവും ദൂര മനുഷ്യർക്ക് പോഷണം കരുത്തിയ, അതെല്ലാം മനുഷ്യർക്ക് ഭൂമി നൽകുന്നു, ഇതെല്ലാം സംരക്ഷിക്കുന്നു. ഏത് കാലാവസ്ഥയിലും, തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും മഴയാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും അതെല്ലാം സഹിച്ചിട്ട് ഭൂമി തൻ്റെ വിളകളെ സംരക്ഷിക്കുന്നു. പഴങ്ങളെ, പച്ചക്കറികളെ, പൂക്കളെ, ധാന്യങ്ങളെ ഇതെല്ലാം സംരക്ഷിക്കുന്നു, മനുഷ്യർക്ക് നൽകുന്നു. ഉസസെ സീഖ് ലേക്കർ, ഭൂമിയെ കണ്ടിട്ട് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്? ഹംബി കഠിനായിയോं की परवाह न करते हुए, നമ്മളും എന്ത് ബുദ്ധിമുട്ട് വന്നാലും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, മൈൻഡ് ചെയ്യേണ്ട. മാനവതാക്കി സച്ചേ സേവക് ബനെ, നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യരെ സേവിക്കണം, സഹായിക്കണം. മാനവതാക്കി മനുഷ്യത്വം കാണിക്കണം, മനുഷ്യരെ സ്നേഹിക്കണം, എല്ലാവരും സഹായിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. अनेक रोड़े पत्थर मार्ग में होते हुए भी जलधारा हमेशा आगे ही बढ़ती है അല്ലേ. എങ്ങനത്തെ കല്ലുകൾ നിറഞ്ഞ വഴികളാണെങ്കിലും അങ്ങനെയുള്ള വഴികളാണെങ്കിലും ജലധാര, വെള്ളം, അതായത് ബഹത്ത പാനി, ഒഴുകുന്ന വെള്ളം, ഹമേഷ ആകെ ഹി ബഡ്ത്തി, നദി എപ്പോഴും മുന്നോട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഹംബി ലക്ഷ്യപ്രാപ്തിക്ക് മാർഗമേ, നമ്മളും ലക്ഷ്യത്തെ നേടാനായിട്ട് ബാധായെ ഹോനെ പർബി, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും സദാ ആകെ പഠനയ്ക്ക് സീഖ് ജൽകി ധാരാസി അല്ലേ, എപ്പോഴും മുന്നോട്ട് വളരാനുള്ള, മുന്നോട്ട് നീങ്ങാനുള്ള ആ പാഠം നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ടിട്ട് പഠിക്കണം. जैसे दुआ हमेशा ऊपर ही उठता है वैसे ही हम भी ऐसे कार्य करें कि सदा सफलता की ऊंचाइयों को छुएं. ലാസ്റ്റ് വരികളുടെ അർത്ഥമാണ് ജैसे दुआ हमेशा ऊपर ही उठता है, പുക എപ്പോഴും മുകളിലേക്ക് തന്നെ ഉയരുന്നു. വൈസേ ഹി ഹം ബി ऐसे कार्य करें, അതേപോലെ തന്നെ നമ്മളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. സദാ സഫലതാക്കി ഊഞ്ചായിയോं को छुएं, നമ്മളെപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മളെ വിജയത്തിൽ എത്തിച്ചേർക്കണം അല്ലേ. സദാ സഫലതാക്കി ഊഞ്ചായിയോं को छुएं, എപ്പോഴും നമ്മൾ സഫലതയിൽ എത്തിച്ചേരണം, നമ്മൾ വിജയത്തിൽ എത്തിച്ചേരണം. പുകയെപ്പോലെ, പുക മുകളിലേക്ക് ഉയരുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാൽ നമ്മൾ വിജയത്തിൽ എത്തിച്ചേരണം. ഈ കവിതയുടെ അർത്ഥം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ഈ കവിത റിസൈറ്റ് ചെയ്ത് നോക്കാം. फूलों से निद हंसना सीखो, भौरों से निद गाना, तरु की झुकी डालियों से निद सीखो शीश झुकाना. सीख हवा के झोंकों से लो कोमल भाव बहाना, दूध तथा पानी से सीखो मिलना और मिलाना. सूरज की किरणों से सीखो जगना और जगाना, लता और पेड़ों से सीखो सबको गले लगाना. दीपक से सीखो जितना हो सके अंधेरा हरना, पृथ्वी से सीखो प्राणी की सच्ची सेवा करना. जलधारा से सीखो आगे जीवन पथ में बढ़ना, और धुएं से सीखो हरदम ऊंचे ही पर चढ़ना.